മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലെ രാഹു 7-ൽ നിൽക്കുന്ന കേതു 12-ൽ സഞ്ചരിക്കുന്ന ശനി, ഇത് 12-ൽ സഞ്ചരിക്കുന്ന ശനിയുടെ ദോഷവശങ്ങൾ ഇവർക്ക് ഏറ്റു തുടങ്ങിയിട്ടില്ല. അതിനിനിയും സമയമെടുക്കും. എന്നാൽ ഇതേ അവസരത്തിൽ നിന്നുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചന്ദ്രൻ സഞ്ചരിക്കുന്നത് അനിഷ്ട സ്ഥാനങ്ങളിലാണെങ്കിൽ ദോഷങ്ങൾ ഏറിയിരിക്കാം ഈ ആഴ്ച. എന്നാൽ 2-ലെ വ്യാഴത്തിൻ്റെ നില പലപ്പോഴും ഇവരെ അനുഗ്രഹിക്കുന്നുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 10-ാം ഭാവത്തിലേക്കുള്ളതിനാൽ കർമ്മരംഗത്ത് വളരെ ശോഭനീയമായൊരു അവസരം ഈ ആഴ്ചയും കാണുന്നുണ്ട്. പ്രവർത്തന മേഖലയിൽ കൂട്ടായ്മ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരെയും തെറ്റിദ്ധരിക്കുന്ന തരത്തിൽ സംശയാസ്പദമായ കണ്ണിലൂടെ കാണുന്ന തരത്തിലുള്ളൊരു മനസ്സാണ് ഇപ്പോൾ ഉള്ളത്. ശരീരത്തിന് ദുർബലാവസ്ഥയും പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് ശാരീരികമായി വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും അവസാനത്തെ 3 ദിവസങ്ങൾ, അതായത് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ വളരെ മോശമാണ് ആരോഗ്യ സംബന്ധമായിട്ട്. എന്നാൽ ആഴ്ചയുടെ ആദ്യത്തെ 4 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും കടബാധ്യതയിൽ നിന്ന് മോചനവും ശാരീരികമായ ഒരു ഉണർവുമൊക്കെ ആദ്യത്തെ 4-5 ദിവസങ്ങളുണ്ട്. അവസാനത്തെ 3 ദിവസങ്ങൾ മഹാമോശവുമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 28, 29, 30, 31, 1-ാം തീയതി ഉച്ചവരെയും ഗുണമുള്ള ദിവസങ്ങളാണ്.